അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അടിപൊളി ഒരു റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക്. പക്ഷേ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത്രയൊന്നും ചിലവില്ലാത്ത രീതിയിൽ നല്ല സിമ്പിളായിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നതും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിന് ഞാനിവിടെ 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വൈറ്റ് വിനേഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതുപോലെ ബട്ടർ മിൽക്ക് തയ്യാറാക്കി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് ഞാനിവിടെ ആദ്യം 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് അരിച്ചെടുക്കാം. ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചേർത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിന് പകരമായിട്ട് ഹാൻഡ് വിസ്കോ മിക്സിയുടെ ജാറോ ഒക്കെ ഉപയോഗിക്കാം. ബീറ്ററിലാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബട്ടറും പാലും ഒക്കെ ഉപയോഗിക്കുമ്പം എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടമായി പോകും. ഇപ്പോൾ ബട്ടർ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചെടുത്തതിന് ശേഷം 1 കപ്പ് അളന്നെടുത്തിട്ടുള്ള പഞ്ചസാരയാണിത്. 1/4 കപ്പ് വരെ ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര പൊടി അധികം പുറത്തോട്ട് തെറിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, എന്നാലും നല്ല മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ സ്പാച്ചുലയോ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് സോഫ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് 2 മുട്ടയാണ് ചേർക്കേണ്ടത്. ഓരോ മുട്ടയായിട്ട് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തങ്ങ് എടുക്കാം. മീഡിയം സ്പീഡിലിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്താൽ മതിയാകും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മുട്ട ചേർക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നമ്മൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഒരു 30 സെക്കൻഡോളം നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ടയുടെ സ്മെല്ലൊക്കെ കേക്കിൽ നിന്ന് മാറുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും കൂടി നല്ലതായിട്ട് മിക്സായി വരുന്നവരെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബട്ടർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലിന് പകരമായിട്ട് ബട്ടർ എടുക്കുമ്പോഴത്തേക്കും 100 ഗ്രാം ബട്ടർ എടുത്താലും മതിയാകും. പക്ഷേ അതിനേക്കാളും ബട്ടറും ഓയിലും ഇതുപോലെ ചേർക്കുന്നതായിരിക്കും കേക്കിന് എപ്പോഴും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ബീറ്ററിന് പകരമായിട്ട് സ്പാച്ചുലയോ സ്പൂൺ കൊണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാകും. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റർ ഓൺ ആക്കുകയാണെങ്കിൽ ഒരുപാട് പൊടി പറന്നു പോകാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോ സ്പീഡിലിട്ട് ഒരു സെക്കൻഡ് മാത്രമേ ഒന്ന് ബീറ്റ് ചെയ്യാവൂ. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ മാറ്റിയതിന് ശേഷം ഒരു സ്പാച്ചുല കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതൊന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മാത്രമേ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ബാറ്റർ ഇവിടെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് കളർ തന്നെ വാങ്ങണം. ഹെൽത്തിന് നല്ലതല്ല, എന്നാലും നമ്മൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് കളർ തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിന് കുറച്ച് കളർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ വാങ്ങുമ്പോൾ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഫുഡ് കളർ വേണം വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ കറക്റ്റ് ഒരു കേക്കിൻ്റെ കളർ തന്നെ കിട്ടും. ഞാനിവിടെ 2 ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളർ ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ആഡ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ പേപ്പറാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ കേക്ക് ടിന്ന് ഇവിടെ വിഡ്ത്ത് കുറവാണ്. അതുകൊണ്ട് 2 കേക്കായിട്ടാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന കേക്ക് ടിന്ന് നല്ല വിഡ്ത്തുള്ളതാണെങ്കിൽ ഒറ്റ കേക്കായിട്ട് തന്നെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ 2 കേക്കായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ടാപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേക്കിൽ ഫുള്ള് എയർ ബബിൾസ് വന്നിട്ട് ഹോളായി പോകും. അപ്പോൾ പ്രത്യേകം മറന്നു പോകരുത്. ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പാടുള്ളൂ. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മണലോ ഉപ്പോ ഒന്നും ഇല്ലാതെ വേറൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. കേക്ക് ടിന്ന് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ ലിഡ് അടച്ചതിന് ശേഷം അതിന് മുകളിലേക്കൊരു ടവലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാനിൻ്റെ വലിപ്പം അനുസരിച്ചും അതുപോലെ തന്നെ കേക്ക് ടിന്നിൻ്റെ വലിപ്പം അനുസരിച്ചും ചിലപ്പോൾ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം കേട്ടോ. എനിക്കിവിടെ 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് കറക്റ്റ് പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം റീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോട്ടും കരിയാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ നിങ്ങൾ ഒരു മോൾഡിൽ ഒരുമിച്ച് തന്നെയാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ ഇതുപോലെ തന്നെ രണ്ടാമത്തെ കേക്കും തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ക്രീം ചീസ് ഐസിങ് ആണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 3/4 കപ്പ് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മീഡിയം സ്പീഡിലിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങ് ബീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ക്രീം ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം.
ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിന് ഐസ് ക്യൂബ്സ് വെച്ച ബൗളിന് മുകളിലേക്ക് നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്ത ബൗളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് ഇത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എക്സ്ട്രാ പഞ്ചസാരയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗർ ചേർത്താണ് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 കപ്പ് ഐസിങ് ഷുഗറും കൂടി ചേർത്ത് വാനില എസൻസ് 1 ടീസ്പൂണും കൂടി ചേർത്ത് വേണം ക്രീം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ക്രീം ഇവിടെ സ്റ്റിഫ് പീക്കൊക്കെ ഫോമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഈ ക്രീം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീസിലേക്ക് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തങ്ങ് എടുക്കാം. നമ്മൾ ഈ ക്രീം കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യാൻ എടുക്കണം. അപ്പോൾ ക്രീം നല്ല കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് പൊന്തിയിരിക്കുന്നുണ്ടാവും കേക്ക്. അപ്പോൾ ആ ഭാഗം ചെറുതായിട്ടൊന്നിങ്ങനെ കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു നൂല് വെച്ചോ ഒന്നിങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗം കളയേണ്ട ആവശ്യമില്ല. മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനെ ആദ്യമേ കേക്കിൻ്റെ ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. കേക്ക് വയ്ക്കുമ്പോൾ അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് കേക്കിന് മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചുല കൊണ്ടോ സ്പൂൺ കൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഒന്നും കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ വയ്ക്കുന്ന കേക്കിൻ്റെ ലെയർ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമായിരിക്കണം മുകളിൽ വരുന്ന രീതിയിൽ വെക്കേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നല്ല സ്മൂത്തായിട്ടിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡും അതുപോലെ തന്നെ ടോപ്പും എല്ലാം നന്നായിട്ടങ്ങ് സ്മൂത്താക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്ത ക്രീമൊക്കെ നന്നായിട്ടങ്ങ് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെറും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതൊന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിലും ഞാൻ ഈ പൊടി കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഹംനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്